അടൂരിലെ നോട്ടീസ് വിതരണ വിവാദം അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ശാന്തകുമാർ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് കണ്ടതാണ്. ചിറ്റയം ഗോപകുമാറാണ് തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നതെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോഴിതാ UDF സ്ഥാനാർത്ഥിക്കെതിരായ FIR പുറത്തുവിടുകയാണ് CPIയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാർ. കേസിൽ ഒന്നാം പ്രതിയായിരുന്നു CV ശാന്തകുമാർ എന്നും സാക്ഷികളെ സ്വാധീനിച്ചാണ് ശിക്ഷയിൽ നിന്ന് ഒഴിവായതെന്നാണ് ചിറ്റയം ഗോപകുമാർ ആരോപിച്ചത്. FIRൽ പറഞ്ഞിരിക്കുന്നത് നോട്ടീസിൽ എഴുതിയിരിക്കുന്നതും ഒന്നാണെന്നും ചിറ്റയം ഗോപകുമാർ റിപ്പോർട്ടറിനോട് പറയുന്നു. UDF സ്ഥാനാർത്ഥിക്കെതിരെ നോട്ടീസ് ഇറക്കി വോട്ട് പിടിക്കേണ്ട കാര്യമില്ലെന്ന് അടൂരിലെ LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണനും പ്രതികരിച്ചു. 2008 അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ സംബന്ധിച്ച് FIR ഉണ്ട്. ആ FIRന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായിരുന്നു ശാന്തകുമാർ. ആ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ആളാണ്. റിമാൻഡ് ചെയ്യപ്പെട്ട് അതിനുശേഷം സാക്ഷികളെ സ്വാധീനിച്ച് കോടതിയിൽ വിസ്താരം വന്ന സമയത്ത് സാക്ഷികളെ സ്വാധീനിച്ചു. സ്വാഭാവികമായും കോടതി ആ കേസിൽ ശിക്ഷ വിധിച്ചില്ല, വെറുതെ വിട്ടു. അപ്പോൾ FIR പറഞ്ഞിരിക്കുന്നതും നോട്ടീസ് പറഞ്ഞിരിക്കുന്നതും ഒന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് താൻ കൊലക്കേസ് പ്രതിയല്ല എന്ന് ഇപ്പോൾ പത്രസമ്മേളനം നടത്തി പറയാൻ ഇടയാകുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സ്ഥാനാർത്ഥിയോ പ്രവർത്തകരോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു വിഷയവും എവിടെയും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾക്കത് ഉന്നയിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയിട്ടുള്ള വികസനത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ മാത്രം മതി ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അത് അംഗീകരിച്ച് വോട്ടായി അത് മാറാൻ. LDFനോ അല്ലെങ്കിൽ LDFൻ്റെ സ്ഥാനാർത്ഥിക്കോ അറിവുള്ള കാര്യമല്ല ഈ നോട്ടീസിൻ്റെ കാര്യം. നമ്മളതിൽ ഉത്തരവാദിയല്ല. ഈ പേരുമായി ബന്ധപ്പെട്ട വിവാദം തന്നെ ഇങ്ങനെ തുടർന്നു പോവുകയാണ്. നിയമപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും അത്തരത്തിലുള്ള അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും അത്തരത്തിലുള്ള പരാമർശങ്ങളുമൊക്കെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും ഞങ്ങൾ നേരിടും. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് നേരത്തെ പരിചയമില്ല. ഇവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനെ എനിക്ക് അറിയാവുന്നത്. ശരി, ഏതായാലും UDF സ്ഥാനാർത്ഥി ശാന്തകുമാർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രതികരിച്ചത്. കൊലക്കേസിൽ പ്രതി എന്ന് ചൂണ്ടിക്കാട്ടി തനിക്കെതിരെ വ്യാജ നോട്ടീസ് വിതരണം ചെയ്യുന്നതിൽ നടപടി വേണമെന്നാണ് ശാന്തകുമാർ ആവശ്യപ്പെട്ടത്. എന്നെ വ്യക്തിഹത്യ ചെയ്യുവാനും എന്നെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷവും സങ്കടമുണ്ട്. എൻ്റെ പേരിൽ ഇങ്ങനെ നോട്ടീസ് ഇറക്കിയതിനകത്ത് ഞാൻ ഒരിക്കലും പ്രതിയല്ല. എന്നെ ഇവിടുത്തെ LDF പ്രവർത്തകർ എന്നെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എൻ്റെ ജീവൻ പോലും ഭീഷണിയിലാണ് നിൽക്കുന്നത്. എൻ്റെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് എനിക്ക് ആശ്രയം. ഇവിടുന്ന് മിക്കവാറും എൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഞാനിപ്പോഴും പഞ്ചായത്ത് അംഗമാണ്. 3 മാസമായുള്ളൂ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട്. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനോട് എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? ഒരു കേസിലും ഞാൻ പ്രതിയല്ല. എനിക്ക് അങ്ങനെ കഴിയില്ല. എന്റെ പേരിൽ FIR നിങ്ങൾ പോയി അന്വേഷിക്കുക. വിവരാശ പ്രകാരം നിങ്ങൾ FIR എടുക്കുക. ഞാൻ എന്റെ ഏത് കോടതിയെ ശിക്ഷിച്ചത് നിങ്ങൾ എടുക്കുക. ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക. ഈ നിമിഷം പിൻവലിക്കാം. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, അതായിരുന്നു ശാന്തകുമാറിന്റെ പ്രതികരണം. ഇപ്പോഴിതാ FIR ഉൾപ്പെടെ പുറത്തുവിടുകയാണ് CPI. അടൂരിൽ പ്രധാന ചർച്ചാ വിഷയമാകുന്നു ഇതല്ലേ? അതെ വിനീത, അടൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഈ വ്യാജ നോട്ടീസും ഒപ്പം തന്നെ ഇപ്പോൾ CPI പുറത്തുവിട്ടിരിക്കുന്ന FIRഉം തന്നെയാണ്. 2008 ഡിസംബർ 5 കോന്നി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ FIRൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി CV ശാന്തകുമാർ എന്ന് തന്നെയാണ്. അവിടെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഒരാൾ മരണപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു FIR രജിസ്റ്റർ ചെയ്തത്. ആ FIRൽ ഒന്നാം പ്രതി CV ശാന്തകുമാർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ CPI ജില്ലാ നേതൃത്വം പറയുന്നത്. അവർ ആ FIR അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആ FIRൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു നോട്ടീസായി കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂർ നിയമസഭാ മണ്ഡലത്തിലെ പലയിടങ്ങളിലും ഇറങ്ങിയിരുന്നു. അതാണ് UDF നേതൃത്വം ഒരു പരാതിയിലേക്ക് പോകാൻ ഇടയാക്കിയത്. UDF നേതൃത്വം RDOയ്ക്കും ഒപ്പം തന്നെ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. CPI നേതൃത്വം ഇപ്പോൾ പറയുന്നത് 2008 ആ കേസിൽ FIRൽ ഒന്നാം പ്രതി തന്നെയാണ് CV ശാന്തകുമാർ. അതേസമയം CV ശാന്തകുമാർ പറയുന്നത് താൻ ഇപ്പോൾ ഒരു കേസിലും പ്രതിയല്ല, ഒരു കോടതിയും പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ FIRന് എന്ത് സംഭവിച്ചു? ആ കേസിന് എന്ത് സംഭവിച്ചു? തുടർ നടപടികൾ ഉണ്ടായോ? ഇത്തരത്തിൽ പിന്നീട് കോഷ് ചെയ്യുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ ഈ FIR? അതിന്റെ നിയമപരമായ കാര്യങ്ങൾ കൂടി എന്താണ്?
വിനീത, കോന്നി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് കോടതിയിലേക്ക് ആ കേസ് എത്തുകയും ചെയ്തു. പക്ഷേ മതിയായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതിനാൽ ആ കേസിൽ CV ശാന്തകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളെ കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. അക്കാര്യം ഇപ്പോൾ CPI ജില്ലാ നേതൃത്വവും തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ചിറ്റയം ഗോപകുമാർ ജില്ലാ സെക്രട്ടറിയും അക്കാര്യം പറയുന്നുണ്ട്. അന്ന് പ്രതിയായിരുന്നു, ഇന്ന് പ്രതിയാണ് എന്നല്ല തങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു കേസിൽ പ്രതിയായിരുന്നു, 2008 പ്രതിയായിരുന്നു എന്നാണ് തങ്ങൾ പറഞ്ഞത്. അത് തന്നെയാണ് ആ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. CPI ജില്ലാ നേതൃത്വം തന്നെ പറയുന്നു കോടതിയിൽ നിന്നും അനുകൂല വിധി നേടുകയുണ്ടായി. സാക്ഷികൾ അവിടെ സ്വാധീനിച്ചുകൊണ്ട് അത്തരത്തിലൊരു വിധി നേടിയതാണ് എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ CPI ജില്ലാ നേതൃത്വം പറയുന്നുണ്ട്. അതേസമയം UDFന്റെ സ്ഥാനാർത്ഥി CV ശാന്തകുമാർ പറയുന്നത് ഇത് തന്നെ തേജോവധം ചെയ്യുന്നതിനായിട്ടാണ് ഇങ്ങനെയൊരു നോട്ടീസ് മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. താൻ ഒരു കേസിലും നിലവിൽ പ്രതിയല്ല. അങ്ങനെയാണെങ്കിൽ തനിക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം മത്സരിച്ച് ജയിച്ച ആൾ കൂടിയാണ്, വാടങ്കമായി മത്സരിച്ച് ജയിച്ച ആൾ കൂടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി CV ശാന്തകുമാർ പറയുന്നുണ്ട്. നിലവിൽ താൻ ഒരു കേസിലും പ്രതിയല്ല, ഒരു കോടതിയും തന്നെ ശിക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറും പറയുന്നത്. ശരി, ഒരു FIR ഇട്ടിരുന്നു. CV ശാന്തകുമാർ അതിൽ ഒന്നാം പ്രതിയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. CPI നേതൃത്വമായ FIR പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് ഈ ലഘുലേഖയിൽ പറഞ്ഞത് എന്ന് കൂടി വാദിക്കുന്നു. പക്ഷേ കോടതിയിൽ നിന്ന് മതിയായ തെളിവുകൾ ഇല്ല എന്ന് കണ്ടുകൊണ്ട് CV ശാന്തകുമാറിനെ വെറുതെ വിട്ടതാണ്. ഒപ്പം മറ്റ് പ്രതി ചേർക്കപ്പെട്ടവരെയും വെറുതെ വിട്ടതാണ്. അതാണ് UDF ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ടാണ് അത്തരത്തിൽ അനുകൂല വിധി നേടിയെടുത്തതെന്ന് CPI നേതൃത്വം പറയുമ്പോൾ അത് കോടതി വിധിയെ കൂടി ചോദ്യം ചെയ്യലാണ്. ഏതായാലും അടൂരിലെ തെരഞ്ഞെടുപ്പിൽ ഇത് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. UDF സ്ഥാനാർത്ഥി ഇന്ന് വൈകാരികമായി തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ CPI നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങൾ നൽകി.